എന്താണ് ഈ ബിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ? ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണഘടനാ ഭേദഗതി അടക്കം വേണ്ടിവരുന്ന ബിൽ അതീവ രഹസ്യമായിട്ടാണ് ആസൂത്രണം ചെയ്തത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും സമ്മേളനം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. തിരക്ക് പിടിച്ച് ഇങ്ങനെ ഒരു ബിൽ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്തെന്നാണ് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതും. സായികുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സായികുമാർ, എന്താണ് ഈ ബിൽ ഇത്ര തിരക്ക് പിടിച്ച് കൊണ്ടുവരാനുള്ള കാരണം എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെ, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരെ കൂടി ലക്ഷ്യം വെച്ചിട്ടല്ലേ ബിൽ എന്ന ചോദ്യമാണ് ഉയർത്തിയത്. അപ്പോൾ ഭരണപക്ഷത്തും ഒരു വിള്ളലുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. ബില്ലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് പ്രതിപക്ഷത്തെ മാത്രമായിരിക്കില്ല ബാധിക്കുക എന്ന് ഉറപ്പാണല്ലേ? തീർച്ചയായും വിനീത, നല്ല ഒരു ലക്ഷ്യമല്ല ഈ ഒരു ബിൽ കൊണ്ടുവന്നതിന് പിന്നിൽ സർക്കാരിനുള്ളത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. സർക്കാർ ഇതിൽ പറയുന്നത് അഴിമതിക്കാർക്ക് പൂട്ടിടാനാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 ഉദാഹരണങ്ങൾ, ഒന്ന് തമിഴ്നാട്ടിൽ മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി, അതോടൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ. ഇവർ അഴിമതി കേസിൽ ജയിലിലായിരുന്നിട്ടും പിന്നീട് ജാമ്യത്തിലിറങ്ങി വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സെന്തിൽ ബാലാജിയുടെ കാര്യത്തിൽ പിന്നീട് സുപ്രീം കോടതിയാണ് ഇടപെട്ടത്. അത് ആ രീതിയിൽ പോയാൽ അതൊരു നല്ല സന്ദേശമല്ല നൽകുന്നത്. അതുകൊണ്ട് അതിൽ കൃത്യമായിട്ടൊരു നിയമനിർമ്മാണം വേണം എന്നുള്ളതാണ് ഇതിന് കാരണമായി സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഏറ്റവും കൂടുതൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസുകൾ എടുക്കുന്നതും അവരെ ജയിലിലടക്കുന്നതും തുടർക്കഥയായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് തന്നെ EDയെ ഇவ்விധമായി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നതിൽ പലതവണ വിമർശിക്കേണ്ടി വന്നു, മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു തരത്തിലുമുള്ള ചർച്ചകളോ സൂചനകളോ ഇതിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. 2 ദിവസം മുൻപ് വളരെ തിടുക്കത്തിൽ ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, വോട്ട് ചോർച്ച ആരോപണമൊക്കെ വലിയ ചർച്ചയായി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു ആരോപണം ഉന്നയിച്ചത് രാജ്യവ്യാപക ചർച്ചയായി നിൽക്കുന്നു. ബീഹാറിൽ അദ്ദേഹം ഒരു യാത്ര നടത്തും. അങ്ങനെ മുഴുവൻ ചർച്ചയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ ചർച്ചകളെ വഴിമാറ്റുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിന് പിന്നിൽ. വിനീത, അതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്.